അവസാനം എനിക്കും ബ്രെഡാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹം തോന്നിയല്ലേ, ബ്രെഡ് വെച്ച് ട്രൈ ആക്കി നോക്കാമെന്ന്. അങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കുവാണ്. ഫസ്റ്റ് പാനിലിങ്ങനെ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് ബ്രെഡ് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ആക്ച്വലി ഞാൻ വിചാരിച്ചു കൈ കൊണ്ടൊന്നും എടുത്ത് നോക്കുന്നത്. അപ്പോൾ സംഭവം ആ ബട്ടറിൻ്റെ ചൂടും ഇതും കൂടെ ആയപ്പോഴത്തേനും കുറച്ച് ഹെവിയായി, കൈ നല്ല ചൂടടിച്ചു. പിന്നെ ഞാൻ വുഡ് ആൻഡ് സ്പാച്ചുല എടുത്തു. ദെൻ ഫസ്റ്റ് ടൈം അതിന് വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റേതായ പോരായ്മകൾ ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇത്ര എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു സംഭവം നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡും ബട്ടറും തമ്മിൽ ഇങ്ങനെ മിക്സ് ആവുന്നില്ലായിരുന്നു. എൻ്റെ ബട്ടർ ഓൾറെഡി ഫ്രീസറിലിരുന്ന് ഫ്രീസായിരുന്ന സംഭവമായിരുന്നേ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് മിക്സ് ആക്കിയപ്പോഴത്തേനും മിക്സ് ആവുന്നില്ല. കുറേ സമയം നോക്കിയിട്ടും ഒരു രക്ഷയില്ല. ഇരുന്ന് കിടന്ന് നോക്കി മിക്സാക്കി നോക്കി, നോ രക്ഷ. അവസാനം എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അതെടുത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ സ്പ്രെഡാക്കി കഴിച്ച് നോക്കി. പക്ഷേ എനിക്ക് ഭയങ്കര ഓവർ സ്വീറ്റ്നെസ്, നമ്മുടെ മിൽക്ക് മെയ്ഡ് മാത്രം ഇട്ട് കഴിക്കുന്നൊരു ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് മിക്സായില്ല, ബട്ടറും ഇതും കൂടെ മിക്സായില്ല ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്വീറ്റ്നെസ് തോന്നുന്നു. ആക്ച്വലി ബൺ മസ്കയുടെ ടേസ്റ്റ് എനിക്കിതിൽ കിട്ടിയില്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു സ്വീറ്റ്നെസ് ആണെന്ന് തോന്നുന്നു, കുറച്ച് ഓവർ. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയതല്ലേ, ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് കഴിച്ചു. പക്ഷേ ഭയങ്കര സ്വീറ്റ് വന്നിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഓവർ മധുരം കഴിച്ചിട്ട് മത്ത് പിടിക്കുന്ന ഫീലില്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ്. ഡണ്ണായിരുന്നെങ്കിൽ ഒരു പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നിരിക്കണം, എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ബ്രെഡ് മസ്ക ഫ്ലോപ്പായിപ്പോയി. വെറും ഫ്ലോപ്പല്ല, മൊത്തത്തിൽ ഓവർ എന്താ പറയുക, പൈസ പോയത് വെറുതെ. ബ്രെഡ് വാങ്ങിച്ചു, നമ്മുടെ മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചു, എല്ലാം കൂടെ ഒരു 150 നഷ്ടം വന്നു. എന്തായാലും കുളമായി. ഇനിയിപ്പോൾ ഉണ്ടാക്കിയതിൽ കളയാൻ പറ്റത്തില്ലല്ലോ, കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങ് കഴിച്ചു. കുറച്ച് സമയം ഇങ്ങനെ കിളി പോയത് മാതിരി ഇരുന്നു, കാരണം ഭയങ്കര സ്വീറ്റ്നെസ് വന്നിട്ട് മത്തായി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചിട്ട് ഈ നമ്മുടെ ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ക്രീം ടെക്സ്ചറിലാക്കിയിട്ട്, ഇനി വിപ്പിംഗ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ആക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി ഉണ്ടാക്കി നോക്കണം. ഇതാരും ട്രൈ ചെയ്യരുത്, ഇങ്ങനെ ആരും ട്രൈ ചെയ്യരുത്, മടുത്തു പോകും, വെറുത്തു പോകും. ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരോടും വാവ് സൂപ്പർ, എല്ലാവരും ട്രൈ ചെയ്യണം എന്നൊക്കെ പറയണമെന്നായിരുന്നു. പക്ഷേ കുളമായതുകൊണ്ട്